അത് വ്യത്യാസം പറയാം. വ്യത്യാസം രണ്ടുമൂന്നെണ്ണം പറയാം. ഫസ്റ്റ് തന്നെ ആദ്യത്തെ കത്തിൽ അവർ പ്രസിദ്ധീകരിച്ച കത്തിൽ സലാമില്ല, അസ്സലാമലൈക്കുന്നില്ല. വായിച്ചയിൽ അസ്സലാമലൈക്കുണ്ട്. ഫളീലത്തു ഷെയ്ഖ് എന്ന് വായിച്ചയിലുണ്ട്, അവർ പ്രസിദ്ധീകരിച്ചതിലില്ല. ലി സയ്യിദിന എന്ന് വായിച്ചതിൽ ഉണ്ട്, പ്രസിദ്ധീകരിച്ചതിലില്ല. നഖൂലു വബില്ലാഹി നസ്അലു എന്ന് വായിച്ചയിലുണ്ട്, പ്രസിദ്ധീകരിച്ചതിലില്ല. ഹാദി ഇശാറത്ത് കൊണ്ട് പിന്നെ കുറെ പാരഗ്രാഫുകൾ മുഴുവനും ആദ്യത്തിലില്ലാത്തതാണ്. അസ്സലാമലൈക്കും പോട്ടെ, ബാക്കിയുള്ള വിട്. അസ്സലാമലൈക്കും വിട്, ബാക്കിയുള്ളതൊക്കെ വിട്. ഞാൻ ഒന്ന് മാത്രമല്ല പറഞ്ഞേ, അസ്സലാമലൈക്കും മാത്രമല്ല, വാചകങ്ങൾ മുഴുവൻ വ്യത്യാസമുണ്ട്. ഇത് ഖുറാഫാത്താണെന്ന് രണ്ടാമത് വായിച്ചതിലുണ്ട്. ഏതിന്റെ? അത് ഇന്നലെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ അവരെ സമ്മേളനത്തിൽ അതിന്റെ ട്രാൻസ്ലേഷനും അവര് പത്രത്തിൽ കൊടുത്ത കത്തും. അതല്ല സ്റ്റേജ് മേൽ വായിച്ച. സ്റ്റേജ് മേൽ വായിച്ച മുഴുവൻ ഞങ്ങൾക്ക് റെക്കോർഡുണ്ട്. സ്റ്റേജ് മേൽ വായിച്ച കത്തൊന്ന് വേറെയാണ്, ഇവിടെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് ഇന്നലെ അവർ പ്രസിദ്ധീകരിച്ച കത്തൊന്ന് വേറെയാണ്. യഥാർത്ഥ കത്ത് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ വന്ന് വ്യാജാണ്. ഒരേ ഡേറ്റില് ഒരേ ആള് എഴുതിയ ഒരേ ആള് ഒപ്പിട്ട് കത്ത് തുറട്ട് കൊണ്ടുവരുന്നത് രണ്ടും രണ്ട് കത്താണ്. അപ്പൊ ഏത് ബുദ്ധിയുള്ളവരാ മനസ്സിലാകാത്ത വ്യാജാണ്? അല്ലെങ്കിൽ അതേ വാചകം നിങ്ങൾ പത്രക്കാരെ തന്നെ ഞങ്ങൾ വിളിക്കുന്നു, അവരെയും കൂടി നിങ്ങൾ വിളിക്കുക. നിങ്ങളെയും വഞ്ചിച്ചിട്ടുണ്ട് അവർ നിങ്ങൾക്ക് തന്ന കത്തല്ല അവിടെ വായിച്ച്. അല്ലെങ്കിൽ അവരെ കേസറ്റും വെക്കുക, CD ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. എന്റെ രണ്ടും വെച്ചിട്ട് പരിശോധിക്കുക. അവർ തയ്യാറുണ്ടോ നിങ്ങൾ ചോദിച്ചു, ഞങ്ങൾ റെഡി. അത് ഞങ്ങളവിടെ പോയിരിക്കുന്നില്ല, അയാളെ കൂടെ നടക്കലല്ലോ. ഞങ്ങൾക്ക് കിട്ടിയ കത്തനുസരിച്ച് വ്യാജാന്ന് തെളിയിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അതൊന്നും ഞാൻ അറിയിക്കണം. അല്ല, അവരെ തെളിയിക്കേണ്ട, ഞങ്ങൾ തെളിയിക്കേണ്ട ആവശ്യമില്ല. അവര് കേരളത്തിൽ കൊണ്ടുവന്ന് പത്രക്കാർക്ക് കൊടുത്ത കത്തും അവര് സ്റ്റേജിൽ വെച്ച് പരസ്യമായി അതേ കത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ച കത്തും രണ്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് വ്യാജമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ടാമതായി, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഉടലോട് ഇവിടെ വന്ന് ഈ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി രേഖയുള്ളതാണെന്ന് പറഞ്ഞ് തന്നതിന് ആരാണെന്നറിയാത്ത ഒരാളുടെ കത്ത് കൊണ്ടുവന്നാൽ ഇതെങ്ങനെ അത് തെറ്റാണെന്ന് പറയാൻ കഴിയും? പുറമെ ഇവര് അവിടെ ഉണ്ടായിരുന്നപ്പോ ഇവിടുത്തെ ഈ പറഞ്ഞ നേതാക്കൾ തന്നെ അബുദാബിയിൽ ഉണ്ടായപ്പോ അയാളത്തേക്ക് നേരെ നമ്മളെ പ്രവർത്തകർ വിളിച്ചിട്ട് ഇവർ പോയില്ല. തയ്യാറായിട്ടില്ല. ഡോക്ടർ ബാബുദ്ദീനെ നമ്മളെ പ്രവർത്തകർ മുഴുവനും വിളിച്ചിട്ടുണ്ട്. എന്താണതിന്? അങ്ങനെ വിശ്വസിച്ച് പോയാൽ എന്താ തെറ്റ്? ആ ഹസ്രത്തിന്റെ അടുത്ത് അദ്ദേഹം പോയി, എന്നിട്ട് വിശദമായി അന്വേഷിച്ചു എന്ന് വന്നു പോയാൽ എന്താണ് തെറ്റ്? അഥവാ ഓരോ സംസാരം പിടിക്കാനുള്ള സംവിധാനം ഇല്ല, പഴയകാലം പോലല്ലോ. ഈ കുടുംബമായിട്ട് ഇവരായിട്ട് ബന്ധമുള്ള പാണക്കാട് തങ്ങളാണ് പറയുന്നത് ഇവർ ഇങ്ങനെ ഒരു കേസും അവിടെ ഇല്ലാന്ന് പറയുന്നത്. തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാലോ, ഏത് മഹാന്മാരെ വരെ തെറ്റിദ്ധരിപ്പിക്കാലോ. ഇത് തെറ്റിദ്ധരിപ്പിച്ചാന്ന് ഉറപ്പല്ലേ? തങ്ങൾ മറ്റേ കത്ത് പത്രക്കാർക്ക് കൊടുത്ത കത്തും ഈ കത്തും തങ്ങൾ എന്നെ ഒന്ന് നോക്കട്ടെ, തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചല്ലേ വഞ്ചിച്ചല്ലേ തങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടും. ഉണ്ട് അല്ലേ? ശരി. അതുകൊണ്ട് കത്ത് വ്യാജ. അതുകൊണ്ട് കൂരിയാട് നബി കൊണ്ട തന്ന കത്ത് വ്യാജ ഇല്ലാണ്ടിക്കൂലല്ലോ. കത്തിന്റെ പ്രശ്നം തീർന്നു. അല്ല, കത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് അവർ കൊണ്ടുവന്നത്, ഒരു വ്യക്തിയുടെ കത്താണ്. ആ വ്യക്തിയും മറ്റേ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ജ്യേഷ്ഠനാണോ? അവർ തമ്മിലുള്ള അത് കൊടുത്തിട്ടുണ്ടോ? അവർ തമ്മിൽ വല്ല വിരോധവുമുണ്ടോ? ഇതൊക്കെ പരിശോധിക്കണമല്ലോ. അതുപോലെ മറ്റേ ഹദ്റജി തന്നത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാൻ ഇവർക്ക് സന്ദർഭമുണ്ട്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ അബുദാബിയിൽ ഈ മൗലവി ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് അദ്ദേഹം പോകാതിരുന്നത് ഫോട്ടോ എടുക്കുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത്? ഫോട്ടോ എടുക്കുന്നതിന് എന്താ ആള് പേടിക്കണോ? വടക്കേ ഇന്ത്യയിൽ ബറക്കാത്തി സയ്യിദന്മാര് മുഖേന കിട്ടിയ, നേരത്തെ ഇന്ത്യയിൽ വന്ന് സൂക്ഷിച്ചു വരുന്ന സയ്യിദന്മാര്, പണ്ഡിതന്മാര് തന്നെ. അത് ബർക്കാത്തി സയ്യിദന്മാര് മുഖേന കൊടുത്താളെ പേരുന്നതിന് മുഹമ്മദ് ഇഖ്ബാൽ, സയ്യിദ് ഇഖ്ബാൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉലമാ കോൺഫറൻസിൽ വെച്ച് പരസ്യമായിട്ട് ഉസ്താദ് കോട്ടക്കെന്ന് വായിച്ചിട്ടുണ്ട്. അതെ, ഇതിന്റെ സെനത് തന്നു. ആര് തന്നു? ഈ വട്ടിക്കാടും നമ്മളെ കോളേജുകളിലൊക്കെ കൊടുക്കുന്നത് പോലെയുള്ള സെനത് ഹസ്രജി അവിടെ ഒപ്പിട്ട് തന്നു. ഇനി ഇതിന്റെ വിശദ വിവരം വ്യക്തമായിട്ട് എന്റെ കൈവശം ഉണ്ട് എന്ന് ആ സെനതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
ആ പറഞ്ഞ സ്ഥിതിക്ക് അതെവിടെ എന്ന് ചോദിക്കാൻ ഇവർക്ക് സമയമുണ്ടാവണം. ഞങ്ങൾ അന്ന് മുതലേ അത് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ല അത് ഞാൻ പറയാം. ഈ മുടി കിട്ടുന്നതിന് മുമ്പ് എന്റെ പ്രസംഗത്തിൽ തന്നെ ഉണ്ട്. എന്റെ പ്രസംഗത്തിൽ തന്നെ ഞാൻ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എല്ലാവർക്കും അവിടെ ശരിക്കും കണ്ണാടിയിലാക്കി വെച്ചതല്ലേ, അത് ആരും കാണാവുന്നല്ലേ? ആ ലക്ഷങ്ങൾ വരുന്ന സ്ഥാപനം മർക്കസ്. ഇത് കിട്ടുന്നതിന് മുമ്പ് അത് കിട്ടിയ സമയത്ത് അവർ തന്നെ പ്രസംഗിച്ചു യഥാർത്ഥ കേസമുള്ളത് ഒന്ന് അബുദാബിയിലാണെന്ന്. അതെ, ആ പറഞ്ഞവരാണ് ഇപ്പൊ മാറ്റി പറയുന്നത്. അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി അവർ പറഞ്ഞു. കേസ് രണ്ടല്ല, മർക്കസിൽ 3 കേസുണ്ട്. 2 കേസം ഇവിടെ ബർക്കാത്തി സയ്യിദന്മാര് മുഖേന കിട്ടിയത്, 1 ഹസ്രജ് മുഖേന കിട്ടിയത്. അങ്ങനെ 3 കേസുണ്ട്. ഇനിയിപ്പം പിന്നീട് ഇപ്പൊ 3 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. 3 ഉണ്ട്. എവിടത്തേക്ക് എല്ലാം മാറ്റും. അതെല്ലാം വലിയൊരു സ്ഥലത്ത് എല്ലാവർക്കും കാണാൻ വേണ്ടി എല്ലാം വെക്കും. പുതിയത് പഴയതൊന്നുമില്ല. അതായത് ഈ കേസുണ്ട് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം കൊല്ലം കൂടുമ്പോൾ ആളുകൾ കൂടി വരികയാണ്. അവസാനം ഖസ്റജിയുടെ മുടിയും കൂടി കിട്ടി പരസ്യമായി പ്രചരണം വന്നപ്പോ ലക്ഷങ്ങൾ വരികയാണ്. അപ്പൊ അവർക്ക് നിസ്കരിക്കാനും അവർക്ക് മറ്റുള്ള സംവിധാനം വേണം. അതുള്ള സ്ഥലത്ത് കേശം വെക്കുകയും ചെയ്യും. അത് ചരിത്രത്തിൽ ധാരാളം ഉള്ളതാണ്. പള്ളി എന്ന് പറയുന്നത് പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ടു എന്നൊരു സ്ഥലത്തെ സംബന്ധിച്ച് ഉടമസ്ഥൻ പറഞ്ഞാൽ അത് പള്ളിയാവും, അത് മ്യൂസിയം ആവില്ല. അത് ഞാൻ മതപരമായ കാര്യങ്ങളെ ചോദിച്ചു. മതപരമായി ഇത് ഞാൻ പള്ളിയായി വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സ്ഥലം പള്ളിയാവും. അതിൽ കേശം സൂക്ഷിക്കുന്നതിന് ഒരു വിരോധവുമില്ല. അങ്ങനെ സൂക്ഷിക്കപ്പെട്ട ഒരുപാട് പള്ളികൾ ഉണ്ട്. ഈ പള്ളികളെല്ലാം ഈ കേശം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അത് ആർക്കും നേരത്തെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അവിടെ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്നു, ആ പള്ളിയിൽ ഇത് സ്ഥാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് ലോകത്ത് കേശം സൂക്ഷിക്കപ്പെട്ട പള്ളികളൊക്കെ ഉള്ളത്. അത് ഏത് വ്യക്തിക്ക് മനസ്സിലാവില്ല ഒരു കേശം സൂക്ഷിക്കാൻ ഇത്ര വലിയ പള്ളി വേണ്ട എന്നുള്ളത്. അത് ആർക്കാണ് മനസ്സിലാവാത്തത്? അപ്പൊ പള്ളി നിർമ്മിക്കുന്നത് നിസ്കരിക്കാനാണ് അവിടെ വരുന്ന ജനങ്ങൾക്ക്. അതെ, അത് എതിരാളികളുടെ ആരോപണമാണ്. ഈ തിരുകേശത്തിന്റെ പേരിൽ ഒരു കച്ചവടവും നടത്തിയിട്ടില്ല, തെളിയിക്കാനും കഴിയില്ല. മെനഞ്ഞാന്ന് ദാറുൽ ഹുദന്റെ സ്റ്റേജിൽ വെച്ച് പറഞ്ഞു 40% കായക്കൊടി ഇബ്രാഹിം മുസ്ലിയാർക്ക് കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഇന്നലെ ഞാൻ കുറ്റ്യാടിയിൽ ചേർത്ത പ്രസംഗത്തിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അയാളോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അയാൾ അപ്പുറത്തുള്ള ആളാ, ഞങ്ങളാളല്ല. ദുബായിൽ കായക്കൊടി ഇബ്രാഹിം മുസ്ലിയാർ അയാൾ പറയുന്നത് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ 5 പൈസ കമ്മീഷൻ ഇതുവരെ ജീവിതത്തിൽ എടുത്തിട്ടില്ല, വാങ്ങുകയില്ല. ഞാൻ പക്ഷെ പള്ളി എന്ന നിലയ്ക്ക് ഇതിനോട് സഹകരിക്കുന്നുണ്ട് അയാൾ പറഞ്ഞു. സ്ഥാപിക്കുന്ന സ്ഥലം പിന്നീട് പറയുകയാണ്. അതിന്റെ ദുരൂഹത അതൊരു സ്ഥലം പറഞ്ഞാൽ ആ സ്ഥലത്ത് മുഴുവനും പിന്നെ സ്ഥലത്തിന് വില കൂടും, റിയൽ എസ്റ്റേറ്റുകാർ വരും, അത് പ്രശ്നമാണ്. അവിടെ ഇപ്പൊ പറയൂല. അതെ, അത് പ്ലാനാണ്. ബിസിനസ് അല്ല. നോളേജ് സിറ്റി 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ചതാണ്. മർക്കസിൽ ഇപ്പോൾ കുട്ടികൾക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് ആവശ്യമുണ്ട്, അത് സ്ഥാപിക്കാനുള്ള സ്ഥലം. അതുപോലെ മറ്റ് ഫാർമസിസ്റ്റ്, യുനാനി കോളേജ് തുടങ്ങി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇനിയും വേണം. അതാണ് ഞങ്ങൾ നോളേജ് സിറ്റിയിൽ വരുത്തുന്നത്. അത് വരുമ്പോൾ അവർക്ക് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ള കച്ചവടങ്ങളും ചിലപ്പോൾ അവിടെ ഉണ്ടാകും. അതുപോലെ കൺവെൻഷൻ സെന്റർ ഉണ്ടാകും, അതേ പ്രകാരം മാൾ വന്ന് എന്ന് വരാം. അപ്രകാരം ഇപ്പോൾ തന്നെ മർക്കസിൽ ഏകദേശം 250-300ഓളം കുട്ടികൾ ലണ്ടൻ, അമേരിക്ക, മലേഷ്യ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ വീട് വാടകയ്ക്ക് വാങ്ങി താമസിച്ച് പഠിക്കുന്നവർ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ധാരാളം കുട്ടികൾ വരുന്നത് കൊണ്ട് അവർക്ക് സൗകര്യപ്പെടുന്ന വിധത്തിലുള്ള വീടുകളും ഞങ്ങളുടെ ആ പദ്ധതിയിൽ ഉണ്ട്. എന്നല്ലാതെ അവിടെ ഒരു ബിസിനസ്സും ഇല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് വ്യക്തികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ലാഭക്കച്ചവടമാണ്. മർക്കസ് നടത്താൻ 1 കോടി ഉറുപ്പിക ഇപ്പോൾ തന്നെ ചിലവുണ്ട്. ഇനി ഈ എഞ്ചിനീയറിംഗ് കോളേജും മറ്റ് കോളേജുകളും ദാവാ കോളേജുകളും ആശുപത്രിയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഇന്റർനാഷണൽ സ്കൂളും ഇതെല്ലാം ഒരു കേന്ദ്രത്തിൽ വരണം. അതിന് ഇവിടെ സ്ഥലമില്ല. അതുകൊണ്ട് മറ്റൊരു സ്ഥലം ഞങ്ങൾ കഴിഞ്ഞ മർക്കസ് സമ്മേളനമല്ല അതിന്റെ മുമ്പത്തെ സമ്മേളനത്തിൽ
പ്രഖ്യാപിച്ചതാണ് 300 ഏക്കർ സ്ഥലം ഞങ്ങൾ എടുക്കുന്നു എന്ന്. അതിപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളത് വ്യക്തമാക്കിയാൽ ഇവിടുത്തെ മാഫിയകൾ വന്ന് അതിന് വില കൂട്ടുകയും നമുക്കത് കിട്ടാതിരിക്കുകയും ചെയ്യും എന്നതുകൊണ്ട് ഞങ്ങൾ അത് പറയുന്നില്ല. പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് തീർച്ചയായും ഇന്ത്യ ഗവൺമെന്റിന്റെയും ഇവിടുത്തെ കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും നിയമങ്ങൾ മുഴുവനും 100% പാലിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ അത് അതിന് വ്യക്തമാക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അതിപ്പോഴും ഉദ്ദേശിച്ചത് 25,000 ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ഉദ്ദേശമാണ് ഉള്ളത്. അല്ലാഹു തആലാന്റെ ഖലാഹ് പ്രകാരം ചിലപ്പോൾ അത് വലുതാവാനും സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഉണ്ട് എന്ന് അദ്ദേഹം തന്ന ഈ സനദിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കൊടുത്ത ആൾ വരെ പരമ്പര എന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിച്ചതാണ്. സഹീഹായ പരമ്പര മുഖേന കിട്ടിയെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, വിശ്വാസികൾ ഒരു ആശയക്കുഴപ്പത്തിലും ആകുന്നില്ല. എന്താ ആശയക്കുഴപ്പം? അത് പറഞ്ഞതിന് ശേഷം തന്നെ ഇത് നസബയാണ് എന്ന് മാറ്റി പറഞ്ഞു. ഇല്ല, അത് വേറെ, ഇത് വേറെ. അതായത് അയാളെ പേര് ബാപ്പാന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് നസബയാണെന്ന് പറയണ്ടില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് നസബയാണ്, അയാൾ ഉപ്പാപ്പാന്റെ പേരാണ്. പക്ഷേ അസാനീദ സഹീഹത്തിന്റെ ശേഷം അയാൾ പറയുന്നുണ്ട് ശരിയായ പരമ്പരയിലൂടെയാണ് എനിക്ക് കിട്ടിയത് പറയുന്നുണ്ട്. ആ പരമ്പര അയാളോട് നേരിൽ ബന്ധപ്പെട്ടാൽ വാങ്ങാവുന്നതാണ്. അതിന് ഒന്ന് പോവുക നമ്മൾ ഒന്നായിട്ട് എന്ന് പറയുമ്പോൾ അവർ വരുന്നില്ല. ഞങ്ങൾ പ്രസിദ്ധപ്പെട്ട അയാളെടുത്ത് പോയി വാങ്ങേണ്ട സംഗതിയല്ലേ? അയാളെ അടുത്തുണ്ട് എന്ന് എഴുതി ഒപ്പിട്ടുന്ന സംഗതി ഞങ്ങളെ പ്രസിദ്ധപ്പെട്ട അയാളല്ലേ പ്രസിദ്ധപ്പെട്ടത്? അദ്ദേഹം എഴുതി ഒപ്പിട്ടെന്ന രേഖ നമ്മളടുത്തുണ്ട്. അത് മാത്രമേ ഉള്ളൂ എങ്ങനെയാ പറയാ? ഞങ്ങൾക്ക് വേറെയും പല രേഖയുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ പറയില്ല. അത് അവര് വരട്ടെ, അവരത് പരിശോധിക്കാൻ വരട്ടെ. അപ്പൊ നമുക്ക് രേഖ വ്യക്തമായിട്ട് ബോധ്യപ്പെടും. ജനങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ, ഇതെല്ലാരും ബോധ്യപ്പെടുത്തിയല്ലേ? കൊടുത്ത രേഖ എന്നുള്ളത് തെറ്റാണെന്ന് വ്യക്തമായില്ലേ? നിങ്ങളെ തന്നെ വഞ്ചിച്ചില്ലേ അവര്? ഇവിടെ വന്നിട്ട് ഒന്ന് വിതരണം ചെയ്തു, അവിടെ കൊണ്ടുപോയി മറ്റൊന്ന് വായിച്ചു. പണ്ഡിതന്മാരല്ലാന്നോ തങ്ങന്മാരല്ലാന്നോ? ജനങ്ങളെന്താ വിശ്വസിക്കട്ടെ? ജനങ്ങൾക്ക് ബുദ്ധിയില്ലേ? അതായത് നിങ്ങൾ മറുഭാഗത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ നിങ്ങളുടെ തെളിവ് പരസ്യമാക്കുന്നത്? ഞങ്ങൾ തെളിവ് പറയലൊക്കെ അങ്ങനെ തന്നെ. തെളിവ് എന്ന് പറയുന്ന സംഗതി എപ്പോഴും പറയാ പ്രതിപക്ഷത്തുള്ള ആളാരാണ്. ഒരു യുക്തിവാദി വന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന യുക്തി കൊണ്ട് ഞങ്ങൾ തെളിവ് പറയാം. ഒരു ഷാഫി മദ്ഹബുകാരൻ വന്ന് ചോദിക്കുമ്പോൾ ഫതുൽ മീൻ പറഞ്ഞിട്ടാ തെളിവ് പറയാം. തെളിവ് പറയുന്ന സ്വഭാവം അങ്ങനെ തന്നെയല്ലേ? നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ കേസുള്ളത്. അതിന് ഞങ്ങൾക്ക് തെളിവുണ്ട്. ഞങ്ങൾക്ക് തെളിവുണ്ട്. തെളിവ് പറയേണ്ട കേരള സമൂഹം നിങ്ങളിപ്പോ ഒരു ഇ കെ വിഭാഗത്തോട് മാത്രമല്ല, അല്ല, ഞങ്ങൾ ലോകത്തോട്, കേരള സമൂഹത്തോടാണ് നമ്മൾ. ലോകത്തോട് കേരളമൊന്നും ആക്കണ്ട, ലോകം. നിങ്ങൾ മറുഭാഗത്തെ ഡിപ്പെൻഡ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അല്ല, ഞങ്ങളിപ്പോ പറയുന്നത് ആർക്കും മനസ്സിലാവും. ഞാൻ പറഞ്ഞു, അതായത് ആദ്യം കിട്ടിയ 2 കേശം അതിന് പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നിന്നും മർക്കസിൽ നിന്നൊക്കെ കൊടുക്കുന്നത് പോലത്തെ സനദും അതിന്റെ അപ്പുറത്തുള്ള സനദ് 2 വിധമുണ്ട്. 2 സനദും ഉണ്ട്. 2 സനദും കിട്ടിയതുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേശം ഹസനജ് കൊണ്ടുവന്ന് തന്നു. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സനദ് പോലത്തെ സനദ് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് രേഖയാണ്. അപ്പൊ 2നും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും. ഒരു ഡോക്യുമെന്റ്സിന് അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റ്. ഞങ്ങൾക്ക് ബാധ്യത എന്താണ്? ബാധ്യത അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാളെ പ്രസിദ്ധീകരിക്കണം. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല ഞങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട വട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ തടസ്സം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം. അത് ബന്ധപ്പെടാണ്ട് അടിരേഖ തരാൻ അടിരേഖ ഉള്ളവരോടല്ലേ ചോദിക്കേണ്ട പറയുന്നത്? നമുക്കൊരു പറമ്പ് വിറ്റാല് അടിരേഖ ഉള്ള ആളെടുത്ത് അയാളടുത്ത് വേറെയും കുറെ ഉണ്ടാവൂലേ? അപ്പൊ അല്ല, അയാളടുത്ത് ബന്ധപ്പെട്ട് വാങ്ങണം.
ആര് നിങ്ങളെ അവരെ വിളിച്ചല്ലോ, ഞങ്ങൾ എത്ര വട്ടം ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ച് അയാൾ അവരെ കൂടി കൂട്ടിയിട്ട്, കാരണം ഇനിയൊരു സമാധാനം, ഇനിയൊരു വിവാദം വരണ്ടല്ലോ. മാത്രം